തുഫാൻ സ്ട്രൈക്സ് പോലീസ് എല്ലായിടത്തും വ്യാപകമായ സെർച്ച്, സീസർ എന്നിവയെല്ലാം നടക്കും. രണ്ടാമത്തെ തുഫാൻ വാരിയർ, നമ്മളെല്ലാവരും തുഫാൻ വാരിയറായി മാറണം. ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിലെ പോരാളികളായി മാറണം. മൂന്നാമത്തേത് തുഫാൻ കെയർ, ഇത് ബാധിച്ചിട്ടുള്ള ആളുകളെ അവരെ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു പദ്ധതി കൂടി ഞങ്ങൾ ഇടുന്നുണ്ട്. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഗ്രഹനാഥനെ വെട്ടി പരിക്കേൽപ്പിച്ച് റോഡിൽ ഉപേക്ഷിച്ചു. പരിക്കേറ്റ ഉടുമ്പൻചോല സ്വദേശിയും മണികണ്ഠൻ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അയൽവാസി വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് മണികണ്ഠന്റെ മൊഴി. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു സംഭവം. ആക്രമണത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. ഇടുക്കി ഉടുമ്പൻചോലയിലാണ് ഗ്രഹനാഥനെ വെട്ടി പരിക്കേൽപ്പിച്ച് റോഡിൽ ഉപേക്ഷിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത്. പരിക്കേറ്റ ഉടുമ്പൻചോല സ്വദേശി മണികണ്ഠൻ ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അയൽവാസി പരിക്കേൽപ്പിച്ച ശേഷം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് മണികണ്ഠൻ ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇതുവരെയും ആക്രമണത്തിന്റെ കാരണങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. ഇയാൾ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം മണികണ്ഠനെ റോഡിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. എന്തായാലും ഇയാളെ കസ്റ്റഡിയിലൊക്കെ എടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണമൊക്കെ ഊർജിതമാക്കുകയാണ് പോലീസ്. കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. യുവതിയുടെ പരാതിയിൽ കഴക്കൂട്ടം സ്വദേശി ആന്റണി തോമസ് അറസ്റ്റിലായി. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് അതിക്രമമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ കയറിയ യാത്രക്കാരിയാണ് അതിക്രമം നേരിട്ടത്. കൊല്ലം പോളയത്തോട് വെച്ച് പുലർച്ചെ 3:30യോടെയാണ് സംഭവം. കഴക്കൂട്ടത്ത് നിന്നും ബസ്സിൽ കയറിയ പ്രതി ആദ്യം മോശം പരാമർശങ്ങൾ നടത്തുകയും